കൊടുക്കുന്നിടത്തോളം കാലം അവർക്ക് കൊടുക്കണമെന്ന് ആരും പറയുന്നില്ലെന്ന് ആര് പറയുന്നു? ആര് പറയുന്നു? ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഈ പൈസ കൊടുക്കുന്നത് തന്നെ ഇവരെ സന്തോഷം കൊണ്ട് കൊടുക്കുന്നതല്ല പ്രൊഡ്യൂസർക്ക്. ആ പടം കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ ബിസിനസിന് വേണ്ടി കൊടുക്കുന്ന അത് ബിസിനസിന് വേണ്ടി ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തിരുവനന്തപുരത്ത് 8-10 തിയേറ്റർ ഉണ്ട്. അവർ തമ്മിലൊരു വാദിക്കലുണ്ട്. ഒരേ സംഘടനയിലാണെങ്കിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഒരു വലിയ പടം വരുമ്പോൾ, ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ പടം വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ 10 കൊടുക്കാന്ന് പറയുമ്പോൾ അടുത്ത ആൾ 20 കൊടുക്കും. അത് പ്രൊഡ്യൂസറെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അപ്പൊ ഇപ്പോഴത്തെ ഫണ്ട് രൂപ ഇത്ര രൂപ കൊടുക്കാവുന്ന ഫിക്സ് എമൗണ്ട് കൊടുക്കുള്ളൂ. സെക്കൻഡ് നമ്മുടെ ഈ മുടക്കുന്ന പണം ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. 90% പ്രൊഡ്യൂസർമാരും കുത്തുപാള എടുത്തിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുന്നു. അതെ അതെ, ആകെ സന്തോഷപ്പെട്ടിട്ട് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ മലയാള സിനിമ റീഡിഫൈൻ ചെയ്യപ്പെടണ്ടേ? അതിനാണല്ലോ നിങ്ങൾ സമ്മതിക്കുന്നേ ഇല്ല. അല്ല, നിങ്ങൾ തിയേറ്റർ ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണോ, അതായത് മൂട്ടയുണ്ടെങ്കിലും കൊതുകുണ്ടെങ്കിലും പാമ്പുണ്ടെങ്കിലും വിഷക്കാരത്ത് ആൾക്കാർ വരുന്നുണ്ടല്ലോ, വന്നോട്ടെന്ന് പറയല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളുള്ള പ്രാദേശിക ചിത്രങ്ങൾക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. അവിടെ ഇൻഡസ്ട്രിയെ രക്ഷിക്കാൻ. ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട തിയേറ്ററുള്ള സ്ഥലമാണ് കേരളം. എന്ന് പറയാൻ പറ്റും. കേരളത്തിന്റെ മറ്റ് സാധനങ്ങളുമായി കണക്ക് നോക്കുമ്പോൾ വീടെങ്ങനെയാണ്, തിയേറ്റർ എങ്ങനെയാണ്, താമസിക്കുന്ന വീടെങ്ങനെയാണ്, മറ്റ് സ്റ്റേറ്റുകളൊക്കെ സെൻട്രൽ മദ്രാസ് എന്ന് പറയുള്ളൂ. അവിടെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റ് സ്റ്റേറ്റിലെ കാര്യങ്ങളല്ല, ടൗണിലോട്ട്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കേരളത്തിന്റെ മലയാളിയുടെ ജീവിത നിലവാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട അന്തരീക്ഷമുള്ളതാണ് നമ്മുടെ തിയേറ്ററുകളിൽ. കൊല്ലത്ത് ഗ്രാൻഡ് പ്രിൻസ്, പിന്നെ ആരാധനാസന, ഇവിടെയൊക്കെ ന്യൂ ടെക്നോളജി അവർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 3D സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സംവിധാനം, ഇതൊക്കെ അവര് കൊണ്ടുവന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇവരുടെ എ ക്ലാസ് തിയേറ്ററുകാർ ഈ ബി ക്ലാസ് തിയേറ്ററുകാരെ അംഗീകരിക്കാൻ തയ്യാറുണ്ടെന്നാണ് എന്റെ ചോദ്യം. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ബി ക്ലാസ് തിയേറ്ററുകാരെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാതിരുന്നാൽ എവിടെ കൊടുത്തതേ ഞങ്ങൾക്ക് വിരോധമില്ല. സാങ്കേതിക കമ്മിറ്റിയുണ്ട്, അവർ പറഞ്ഞത് ചെറിയ പ്രശ്നമാണ്. ഒന്ന് മനസ്സിലാക്കണം. സാങ്കേതിക എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കണം. 2K റെസൊല്യൂഷനാണ് ക്യൂബ് യോഫോലൊക്കെ വേണ്ടത്. ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ഒരു തിയേറ്ററിലും 2K റെസൊല്യൂഷൻ ഇല്ല. ആ നല്ല സബ്ജക്ട് വന്നും കറക്റ്റ് വന്നാലേ എടുത്ത് കിട്ടാൻ കൂടും. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതാ നടക്കില്ല. ആ റേഞ്ചില്ല. വരുമാനം നോക്കുന്നുണ്ട്. എല്ലാ അവർക്ക് ആവശ്യമുള്ള പണത്തെ കൊടുക്കുന്നുള്ളൂ. അത് കൊടുത്തിട്ട് അത് ലിമിറ്റ് ചെയ്യണം. അപ്പുറത്തെ തിയേറ്റർ റിലീസ് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു സെക്കൻഡ്, നമ്മളിവിടെ ഈ തിയേറ്ററുകാരെ, ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ഓഫ്കോഴ്സ് ഫാക്ട, ഫെഫ്കാസ്, ഇത് ഒരുപാട് സംഘടനകളുണ്ട്. അമ്മ, ഈ സംഘടനകളുടെ ഇടയിൽപ്പെട്ട് മലയാള സിനിമ ഞെരുങ്ങാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വിശ്വത്തിൽ ലോകമെമ്പാടുള്ള സംവിധായകർ വരും. അപ്പൊ അവർക്ക് എന്തൊരു വിഷമമാണെന്ന് അറിയാതെ സിനിമ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ. അപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കും വീട്ടിൽ ഇപ്പൊ കുറെ പൈസ ഉള്ള വീട്ടിലാണെങ്കിൽ എല്ലാ സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ട്. അവര് ഹോം തിയേറ്ററിൽ സിനിമ പ്രിന്റ് കൊടുക്കില്ല. ഈ ഓർഗനൈസിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ ഫെസ്റ്റിവലിന്റെ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫെസ്റ്റിവൽ എന്ന് പറയും. അതേസമയം ഏറ്റവും മോശം പ്രൊജക്ഷൻ നടക്കുന്ന ഫെസ്റ്റിവൽ പരിമിതിയാണ് നമ്മുടെ. ഈ റിലീസിംഗെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വലിയൊരു അനുഭവമുണ്ട്. എന്താണ് ഒരു അനുഭവമുണ്ട്. ഫോർ ദ പീപ്പിൾ എന്ന ജയരാജന്റെ ചിത്രം വളരെ കാലം വളരെ കാലം റിലീസ് ചെയ്യാൻ കഴിയാതെ വെട്ടിക്കാത്തിരുന്ന ചിത്രമാണ് അത്. അതിന്റെ ഒരു പാട്ട് യാദൃച്ഛികമായിട്ട് ലജ്ജാവതി എന്നുള്ള പാട്ടിന്റെ ആ ക്ലിപ്പിംഗ് ടിവിയിൽ പ്രദർശനം ചെയ്ത് അത് ആളുകൾക്ക് ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഈ പടം റിലീസ് ചെയ്യാൻ ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു തിയേറ്റർ ഉടമ തയ്യാറായത്.
അല്ലാതെ അതിന്റെ പ്രൊഡ്യൂസർ പിന്നെ ഒരിക്കലും സത്യം സാബു ഉള്ള കാര്യം പറയാം വെറുതെ ചുമ്മാ അദ്ദേഹം ഉണ്ടാക്കി അല്ല അദ്ദേഹം ഇറങ്ങിയാൽ ഒരു വർഷം വരെ ഓടിയ സിനിമ നമ്മുടെ മലയാളം ചിത്രം അങ്ങനെയുള്ള സിനിമകളെല്ലാം ഒരു വർഷം ഓടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് 100 ദിവസത്തിനപ്പുറം 100 ദിവസം കഷ്ടിച്ച് ഓടിയല്ല 100 ദിവസത്തിനപ്പുറം സിനിമ ഇറങ്ങുന്നതിന്റെ പിറ്റേ ദിവസം മാച്ച് CD ഇറങ്ങിയത്. സിനിമ ഇറങ്ങുന്നതിന്റെ പിറ്റേ ദിവസം സമരം ചെയ്യുന്നതിനുപരി സമരം ചെയ്യാം, ആവശ്യത്തിന് സമരം ചെയ്യാം, അതിനുപരി ഇത് നിർത്തലാക്കണം. വ്യാജ CD ഇറങ്ങുന്നത് വ്യാജ CD ഇറക്കിയ വിജയമാണ് പുറകിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഉള്ള ഒരു B ഗ്രേഡ് ആർട്ടിസ്റ്റ് മേടിക്കുന്നതിന്റെ റെമ്യൂണറേഷന്റെ പകുതിയുടെ പകുതി പോലും ഇല്ലാതെ വെറും 5 lakhs കൊണ്ട് പുള്ളി ഒരു സിനിമ ചെയ്തു. ഇന്നത് കോടികൾ പോയിരുന്നു. ഇത് തന്നെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ എന്റർടൈൻമെന്റ് മാത്രമാണ്. അവര് എന്തോ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഒന്നുമില്ല. ഇവർക്ക് സന്തോഷപ്പെട്ട് ഒരു സിനിമ ഫാമിലിയിൽ വന്ന ആളല്ല. നിങ്ങൾ വലുതായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കൾ ഇതുപോലത്തെ അപകടങ്ങളിൽ പെട്ടപ്പോഴും നിങ്ങൾ അനുഭവിച്ചത് അപകടമുണ്ട്. നിങ്ങൾ അറിയാതെ അപകടങ്ങൾ നിങ്ങളുടെ പുറകെ വരുമെന്ന് ഞാൻ പറയുന്നതിന് എനിക്കൊരു സിനിമ കാണണമെന്നില്ല. താങ്കൾ പറഞ്ഞത് ഒരു പക്ഷേ പല പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകാം. പക്ഷേ താങ്കൾ പറഞ്ഞ കുറച്ചുകൂടി വിശദമാക്കിയാൽ മാത്രമേ നമ്മുടെ സാമാന്യ പ്രേക്ഷക വിഭാഗം അങ്ങനെ വിശദമാക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ എന്താണ് അപകടം ഓക്കെ ശരി ശരി പണ്ട് കാലത്തെ അവാർഡുകൾ നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ് അവാർഡായിരുന്നു. ഒരു ചൂണ്ടുപലകയായിരുന്നു നല്ല സിനിമകൾക്ക്. ഇന്ന് നല്ല സിനിമകൾ നിലനിന്നിരുന്ന കാലം, ഇതൊരു ചൂണ്ടുപലകയായിട്ട് അവാർഡ് കൊടുത്തിരുന്ന കാലം ഇന്നും പോയി. നമ്മളൊരു ക്യാമ്പസിൽ പോകുമ്പോൾ അവിടെ ഒരു വായനയുണ്ടോ, ഒരു എഴുത്തുണ്ടോ, അത്യാവശ്യം നല്ല കഥ വായിച്ചാൽ ഇത് കൊള്ളാമെന്ന് പറയാൻ തിരിച്ചറിയാറുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത്? രാഷ്ട്രീയം മുഴുവൻ എടുത്ത് കളഞ്ഞു. രാഷ്ട്രീയമില്ലാത്തൊരു സമൂഹത്തിന് എങ്ങനെയാണ് നേർവഴി ഉണ്ടാകുന്നത്? ചരിത്രം അറിയില്ല. കുറെ കണ്ണിനകത്ത് ആഴമില്ലാത്ത കുറെ പിള്ളേർ എന്ന് പറയാൻ ചാടിയിട്ട് ഇങ്ങനെ തിരിച്ചു